Hello, dear students. Welcome to the new session of Human Resource Management. This is Rahul R, Assistant Professor, Department of Commerce. Next topic in our third module is Recent Trends in Recruitment. As you all know, recruitment is the process of locating and encouraging potential applicants to apply for existing or anticipated job openings. ഒരു ഓർഗനൈസേഷനിലെ വേക്കൻ്റായി കിടക്കുന്ന ജോബ് പൊസിഷനിലേക്ക് സ്യൂട്ടബിളായിട്ടുള്ള ആപ്ലിക്കൻസിനെ കണ്ടെത്തുകയും അവരെ ആ വേക്കൻറ്റ് പൊസിഷനിലോട്ട് അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ റീസെൻ്റായിട്ട് എന്തൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ പുതിയ ട്രെൻഡുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഒരു 3 പോയിൻറ്റ്സാണ് ഇതിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഔട്ട്സോഴ്സിങ്, പോച്ചിങ് ഓർ റൈഡിങ് ആൻഡ് റിക്രൂട്ട്മെൻറ്റ്. ഫസ്റ്റ് പോയിൻ്റ് ഔട്ട്സോഴ്സിങ്. അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഇറ്റ് ഈസ് ദ ബിസിനസ് പ്രാക്ടീസ് ഓഫ് ഹയറിങ് എ പാർട്ടി ഔട്ട്സൈഡ് എ കമ്പനി to perform services and create goods that traditionally were performed in-house by the company's own employees and staff. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ നോർമലി ആ ഓർഗനൈസേഷനിലകത്തുള്ള എംപ്ലോയീസ് തന്നെ ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആ ഓർഗനൈസേഷൻ മറ്റൊരു ഓർഗനൈസേഷൻ്റെ സഹായത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഓർഗനൈസേഷനിൽ ഞാൻ ചെയ്യേണ്ട ഏതെങ്കിലും പർട്ടിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഓർഗനൈസേഷനെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ചെയ്യുന്നതിന് പകരം ഞാനത് വേറൊരു ഓർഗനൈസേഷനെ ഏൽപ്പിച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. Second point, poaching or riding. It is the process of buying a competent and experienced person already working with a reputed company. ഒരു ഇൻഡസ്ട്രിയിലെ ഏതെങ്കിലും ഒരു പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്കിൽഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി, ആ എംപ്ലോയിയെ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ആ എംപ്ലോയിയെ അട്രാക്റ്റീവായിട്ടുള്ള സാലറി പാക്കേജസും കാര്യങ്ങളും ഫെസിലിറ്റീസും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ ആണ് പറയുന്നത് പോച്ചിങ് എന്ന് അല്ലെങ്കിൽ റൈഡിങ് എന്ന്. അപ്പോൾ മറ്റൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് എന്ന് പറയുന്നത് പോച്ചിങ് എന്ന് പറയുന്നത്. ഫൈനൽ പോയിന്റ്, റിക്രൂട്ട്മെൻറ്റ്. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ഫോർ ദി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുക. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന അടുത്ത പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റിൽ ഒരു പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ സെലക്ഷനിൽ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ചൂസ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇവിടെ നടത്തുന്നത്, സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത്. It is the process used to identify and hire individuals to fill vacancies within an organization. It is a process of choosing suitable candidates from a pool of candidates. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി ഓർഗനൈസേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സിൽ നിന്നും ഓർഗനൈസേഷന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് എന്ന് പറയുന്നത് സെലക്ഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു തോമസ് എച്ച് സ്റ്റോൺ, സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ആപ്ലിക്കൻസ് ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ആൻഡ് ഹയർ ദോസ് വിത്ത് എ ഗ്രേറ്റർ ലൈക്ലിഹുഡ് ഓഫ് സക്സസ് ഇൻ എ ജോബ്. ആ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റിക്രൂട്ട്മെൻറ്റ് വഴി കണ്ടെത്തി വെച്ചിരിക്കുന്ന ആ ആപ്ലിക്കൻസിനെ തമ്മിൽ തരംതിരിച്ചുകൊണ്ട് അതിൽ നിന്നും
ഓർഗനൈസേഷന് വേണ്ടി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ജോബിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള കാൻഡിഡേറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ തരംതിരിക്കുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ എന്നാണ് ഡെഫിനിഷനിൽ. നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് സെലക്ഷൻ. ഫസ്റ്റ് പോയിന്റ്, ഹെൽപ്സ് ടു സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ. ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെൻറ്റ് വഴി ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സിൽ നിന്നും ഓർഗനൈസേഷന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള വ്യക്തിയെ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഹെൽപ്സ് ടു അനലൈസ് ഈച്ച് കാൻഡിഡേറ്റ്സ്. നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിൽ നിന്നും അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്ത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ്, ഈ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാനായിട്ട്, ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും എന്ത് സഹായിക്കും, സെലക്ഷൻ സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഹെൽപ്സ് ടു അവോയ്ഡ് ഫാൾസ് കാൻഡിഡേറ്റ്സ്. നമ്മുടെ ജോബ് റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ജോബ് റിക്വയർമെൻറ്റ്സ് ഫുൾഫില്ല് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല അല്ലെങ്കിൽ അതിനുള്ള സ്കില്ലും നോളജും ഒന്നും ഇല്ല എന്നുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കും, സെലക്ഷൻ പ്രോസസ്സ് സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ടെന്ന്, സെലക്ഷൻ സഹായിക്കുന്നുണ്ടെന്ന്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല ഒരു കാൻഡിഡേറ്റിനെയാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു എംപ്ലോയിയാണ് നമ്മൾ ആ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ എപ്പോഴും എന്തായിരിക്കും, ബെനിഫിഷ്യലായിരിക്കും. അപ്പോൾ ആ തരത്തിൽ സെലക്ഷൻ പ്രോസസ്സ് നടത്തിക്കൊണ്ട് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമ്മളവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെപ്പോഴും എന്തിനു സഹായകമാകും, ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിന് സഹായകമാകും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെലക്ഷൻ പ്രോസസ്സ്. നേരത്തെ പറഞ്ഞതുപോലെ റിക്രൂട്ട്മെൻറ്റ് നടത്തി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ്, അവരിൽ നിന്നും ഓർഗനൈസേഷന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഇൻഡിവിജ്വലിനെ അഡോപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അബ്സോർപ്ഷൻ ഓഫ് individual to an organization. It follows a proper methodology to evaluate an individual. റിക്രൂട്ട്മെൻറ്റ് വഴി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിനെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഓർഗനൈസേഷൻ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് എന്ത് എന്ന് പറയുന്നത്, സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ്സിൽ ടോട്ടൽ 6 സ്റ്റെപ്പുണ്ട്. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ്, എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ്, കോംപ്രഹെൻസീവ് ഇൻ്റർവ്യൂ, ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഫൈനൽ എംപ്ലോയ്മെൻറ്റ് സെലക്ഷൻ. അപ്പോൾ ഇങ്ങനെ 6 സ്റ്റെപ്സാണ് അവിടെ ഉള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു എലിമിനേറ്റ്സ് ദ കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് സാറ്റിസ്ഫൈ ദ ജോബ് സ്പെസിഫിക്കേഷൻസ്. നമ്മുടെ ജോബ് പൊസിഷനിലോട്ട് സ്യൂട്ടബിളായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലാത്ത അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് ഫുൾഫില്ല് ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് എന്ന് പറയുന്നത്, സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ് എന്ന് പറയുന്നത്. അതായത് റിക്രൂട്ട്മെൻറ്റ് വഴി നടത്തി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു വെച്ചിരിക്കുന്ന പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ്, അപ്പോഴവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ജോബ് പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ വേക്കൻ്റായി കിടക്കുന്ന ജോബിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിൽ ആ ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻസും അല്ലെങ്കിൽ ആ സ്പെസിഫിക്കേഷൻസും ഒന്നും ഫുൾഫില്ല് ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം, അതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോഴതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ് എന്ന് പറയുന്നത്. അതാണ് ഈ പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു അസസ് ജോബ് ആപ്ലിക്കൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ ഓർഗനൈസേഷൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കാൻഡിഡേറ്റ്സ് അവരെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്
കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 ടൈപ്പ് എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റാണ് ഒരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യാറുള്ളത്. അതിൽ ഫസ്റ്റ് ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എബിലിറ്റി ടെസ്റ്റ്. എബിലിറ്റി ടെസ്റ്റ് ഹെൽപ്സ് ടു മെഷർ മെൻ്റൽ, മെക്കാനിക്കൽ ആൻഡ് ക്ലറിക്കൽ എബിലിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ മെൻ്റൽ എബിലിറ്റീസ് അല്ലെങ്കിൽ ക്ലറിക്കൽ എബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് എന്ത് എന്ന് പറയുന്നത്? എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻറ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇറ്റ് മെഷേഴ്സ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ കാൻഡിഡേറ്റ്സിൻ്റെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏത് തരത്തിലാണ്, അത് ഓർഗനൈസേഷനുമായിട്ട് സ്യൂട്ടബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫൈനൽ പോയിൻറ്റ്, പെർഫോമൻസ് ടെസ്റ്റ്. പെർഫോമൻസ് ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് ടു മെഷർ പ്രാക്ടിക്കൽ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓൺ എ സ്പെസിഫിക് ജോബ്. ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രാക്ടിക്കൽ എബിലിറ്റീസ് അത് എത്രത്തോളം ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് എന്ത് എന്ന് പറയുന്നത്? പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, അയാളുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? പ്രോഡക്റ്റ്സ് വിൽക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അല്ലെങ്കിൽ ആ പറയുന്ന സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കസ്റ്റമറിനെ അയാൾക്ക് ഡീല് ചെയ്യേണ്ടി വരികയാണ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ആ ടൈമിൽ അയാൾ ആ കസ്റ്റമറെ ഏത് തരത്തിലായിരിക്കും ഡീല് ചെയ്യുക, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും അയാളുടെ മാനേജ് ചെയ്യുക. അപ്പോൾ ഈ തരത്തിലുള്ള പ്രാക്ടിക്കൽ എബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ്, കോംപ്രഹെൻസീവ് ഇൻ്റർവ്യൂ. Individuals who have succeeded in the employment tests will be interviewed by the top officials in HR department or by an interview board. നേരത്തെ പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റുകൾ ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സ്, ആ കാൻഡിഡേറ്റ്സിന് പിന്നെ എന്ത് പ്രൊവൈഡ് ചെയ്യും ഓർഗനൈസേഷൻ? ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അത് കണ്ടക്ട് ചെയ്യുന്നത് ഒന്നുകിൽ HR ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ടോപ്പ് ഒഫീഷ്യലാകാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻ്റർവ്യൂ ബോർഡായിരിക്കും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ വഴി ആ വ്യക്തിയെ അല്ലെങ്കിൽ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡീറ്റെയിൽ ആയിട്ട് ഓർഗനൈസേഷന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് കോൺടാക്ടിങ് ഫോർമർ എംപ്ലോയേഴ്സ്, verifying the educational accomplishments of the candidate, contacting personal references, etc. അപ്പോൾ ഓർഗനൈസേഷനിൽ നമ്മൾ ഈ ഇൻ്റർവ്യൂ നടത്തി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോഴവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സൊക്കെ വാലിഡ് ആണോ അല്ലെങ്കിൽ ഒറിജിനൽ ആണോ തുടങ്ങിയ കാര്യങ്ങൾ വെരിഫൈ ചെയ്യുക. അവരേതെങ്കിലും ഓർഗനൈസേഷനിൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ എത്രത്തോളം നല്ല രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അയാളുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെ, അയാൾ നല്ല രീതിയിൽ തന്നെയാണോ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ ഒരു ഇൻഡിവിജ്വലിൻ്റെ പാസ്റ്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട്സ് എന്ത് ചെയ്യുന്ന ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു എലിമിനേറ്റ് ഇൻഡിവിജ്വൽസ് ഹൂ ആർ അണേബിൾ ടു കംപ്ലൈ ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ജോബ്. അപ്പോൾ ഒരു ജോബിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജോബ് ഡിമാൻഡ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ഫുൾഫില്ല് ചെയ്യാത്ത എംപ്ലോയീസിനെ ഒഴിവാക്കാനും അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ ഒഴിവാക്കാനും ആ ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ഫുൾഫില്ല് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഓർഗനൈസേഷനിലോട്ട് സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ്, അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൈനൽ എംപ്ലോയ്മെൻറ്റ് സെലക്ഷൻ. Those candidates who successfully completed all these phases are considered for employment.
നേരത്തെ പറഞ്ഞ ഈ പറയുന്ന 5 സ്റ്റെപ്പുകളും അല്ലെങ്കിൽ ഈ പറയുന്ന 5 പ്രോസസ്സുകളും കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ 5 ഫേസുകളും കംപ്ലീറ്റ് ചെയ്ത ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യും? ആ ഓർഗനൈസേഷനിലെ വേക്കൻ്റ് ആയിട്ടുള്ള ജോബ് പൊസിഷനിലോട്ട് അപ്പോയിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ തരത്തിലാണ് ഓർഗനൈസേഷനിൽ സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്ലേസ്മെൻറ്റ്. It means finding a suitable place for candidates selected by an organization. It is the act of positioning new employees in the organization, and it is a process of matching people with respective jobs. റിക്രൂട്ട്മെൻറ്റിലൂടെയും സെലക്ഷനിലൂടെയൊക്കെ ഒരു ഓർഗനൈസേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ്, ആ കാൻഡിഡേറ്റിനെ ആ ഓർഗനൈസേഷനിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് പൊസിഷനിലോട്ട് അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് എന്ന് പറയുന്നത്? പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ജോബ് സ്കൾപ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് മാച്ചിങ് പീപ്പിൾ ടു ജോബ്സ് ദാറ്റ് അലൗ ദെയർ ഡീപ്ലി എംബഡഡ് ലൈഫ് ഇൻട്രസ്റ്റ് ടു ബി എക്സ്പ്രസ്ഡ്. ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കസ്റ്റമൈസ്ഡ് കരിയർ പാത്ത് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ചാൻസ് ഓഫ് റീറ്റെയിനിങ് ടാലൻറ്റഡ് പീപ്പിൾ. ഒരു കാൻഡിഡേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫ് ഇൻട്രസ്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ലൈഫ് ഇൻട്രസ്റ്റ് ഫുൾഫില്ല് ചെയ്യാൻ അയാളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ജോബ് പൊസിഷനിലേക്ക് ഒരു കാൻഡിഡേറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ജോബ് സ്കൾപ്റ്റിംഗ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കസ്റ്റമൈസ്ഡ് കരിയർ പാത്ത് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ചാൻസ് ഓഫ് റീറ്റെയിനിങ് ടാലൻറ്റഡ് പീപ്പിൾ. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്ത ഒരു എംപ്ലോയിക്ക് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, അതായത് അയാളുടെ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കരിയർ ഡെവലപ്മെൻറ്റിന് വഴിയൊരുക്കുന്ന തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് എന്ത് എന്ന്? ജോബ് സ്കൾപ്റ്റിംഗ് എന്ന്. അപ്പോൾ ഈ തരത്തിൽ അയാളുടെ കരിയർ ഡെവലപ്മെൻറ്റിന് ഒരു ഓർഗനൈസേഷൻ സഹായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ സഹായിക്കും? ആ ഓർഗനൈസേഷനെ ആ തരത്തിലുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഫുള്ളായിട്ടുള്ള എംപ്ലോയീസിനെ ആ ഓർഗനൈസേഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യാൻ എന്ത് സഹായിക്കും? ജോബ് സ്കൾപ്റ്റിംഗ് സഹായിക്കും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ദി കാൻഡിഡേറ്റ്സ് ഫോർ എംപ്ലോയ്മെൻറ്റ്. വേക്കൻ്റായി കിടക്കുന്ന ജോബ് പൊസിഷനിലോട്ട് സ്യൂട്ടബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എവിടെ നിന്നൊക്കെ കണ്ടെത്താം, അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിനെയാണ് എന്ത് എന്ന് പറയുന്നത്? റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ ഫോർ എ വേക്കൻറ്റ് പോസ്റ്റ്. റിക്രൂട്ട്മെൻറ്റ് വഴി കണ്ടെത്തിയ കാൻഡിഡേറ്റ്സിൽ നിന്നും ഓർഗനൈസേഷനിലോട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് എന്ന് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്. The basic purpose of recruitment is to create a pool of candidates. ഒരു കളക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ കുറേ കാൻഡിഡേറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്ന ഒരു ആക്ടിവിറ്റിയാണ് എവിടെ നടക്കുന്നത്? റിക്രൂട്ട്മെൻറ്റിൽ നടക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ബേസിക് പർപ്പസ് ഓഫ് സെലക്ഷൻ ഈസ് ടു ചൂസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്. പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ് സെലക്ഷൻ്റെ ബേസിക് പർപ്പസ്. റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സ്. അതെന്താണെന്ന്? ഒരു പോസിറ്റീവ് പ്രോസസ്സാണെന്ന്. കാരണം റിക്രൂട്ട്മെൻറ്റ് കാൻഡിഡേറ്റ്സിനെ എന്തിനു പ്രേരിപ്പിക്കുന്നു? പുതിയ ജോബ് പൊസിഷനിലോട്ട് അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് അതെന്താണ്? ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. പക്ഷേ സെലക്ഷൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ്. ബിക്കോസ് ഈ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിൽ നിന്നും ഒരുപാട് കാൻഡിഡേറ്റ്സ് ചിലപ്പോൾ എന്ത് ചെയ്യപ്പെട്ടേക്കാം? എലിമിനേറ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അതൊരു പർട്ടിക്കുലർ പേഴ്സണെ എന്ത് ചെയ്യുന്ന, നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതെന്താണെന്ന്, സെലക്ഷൻ എന്താണെന്ന്? ഒരു നെഗറ്റീവ് പ്രോസസ്സാണെന്ന്. റിക്രൂട്ട്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഐഡൻറ്റിഫൈയിങ് ദ സോഴ്സസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന കാൻഡിഡേറ്റ്സിനെ എവിടെ നിന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും, അതിൻ്റെ സോഴ്സ് എവിടെയൊക്കെ ഉണ്ട് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എവിടെ നടക്കുന്ന പ്രോസസ്സ്? റിക്രൂട്ട്മെൻറ്റിൽ നടക്കുന്ന പ്രോസസ്സ്. പക്ഷേ സെലക്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ സെലക്ടിങ് ഓഫ് മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ത്രൂ വേരിയസ് ഇൻ്റർവ്യൂസ് ആൻഡ് ടെസ്റ്റ്. ഓർഗനൈസേഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ നടത്തിയും അല്ലെങ്കിൽ പലതരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയുമൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് എന്ന് പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത്.
ഫൈനൽ പോയിൻറ്റ്, ദെയർ ഈസ് നോ കോൺട്രാക്റ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റും തമ്മിൽ എന്തുണ്ടാകുന്നില്ല, യാതൊരു തരത്തിലുള്ള കോൺട്രാക്റ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ സെലക്ഷൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് സെലക്റ്റഡ് എംപ്ലോയി. സെലക്ഷൻ പ്രോസസ്സ് നടത്തി നമ്മൾ ഒരു എംപ്ലോയിയെ ആ ഓർഗനൈസേഷനിലോട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകും. ആരൊക്കെ തമ്മിൽ? എംപ്ലോയറായിട്ടും എംപ്ലോയി ആയിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ്.